ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ സ്പൂൺ വൈഫൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സ്പൂണിൽ നിന്നും വൈഫൈ എടുക്കുന്ന ഒരുപാട് ട്രിക്സ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. പക്ഷേ അതൊക്കെ ഫേക്കാണ്. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, സ്പൂൺ വെച്ചിട്ട് എങ്ങനെയാണ് വൈഫൈ ഉണ്ടാക്കുക? അങ്ങനെ വൈഫൈ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും നെറ്റ് കയറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫേക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ തെളിയിച്ച് കാണിച്ചു തരാൻ പോണേ. അവരുണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ, സ്പൂൺ വെച്ചിട്ട് അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകണേ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്തിട്ട് അത് വിശ്വസിക്കരുത്. കാരണം 2 സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് വയറൊക്കെ എടുത്തിട്ട് വൈഫൈ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരും തന്നെ നെറ്റ് കയറ്റില്ല. എല്ലാവരും ആ ഒരു പരിപാടിയായിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അവർ നിങ്ങളെ പറ്റിക്കുന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്പൂണ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർക്ക് വേണം, പിന്നെ ഒരു ചെറിയ DC മിനി മോട്ടർ വേണം. അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അവരാദ്യം ചെയ്യുന്ന പണി എന്ന് പറയുമ്പോൾ ഈ 2 സ്പൂണും തമ്മിൽ കൂട്ടി ഒരു ക്രോസ് ആക്കിയിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ടും ക്രോസ് ആക്കി ഒട്ടിക്കണം, ഒരു X മോഡലായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മളെ ഒരു DC മിനി മോട്ടർ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് വെക്കണം. ഇതെന്തിനാണെന്ന് എനിക്കും വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. അവർ ചെയ്തു, ഞാൻ അതുപോലെ കോപ്പി ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വൈഫൈ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ജസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതിലൊന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒട്ടിച്ച് വെക്കേണ്ടി വരും, കാരണം മിനി മോട്ടർ നല്ല കനമുണ്ടാവും. അപ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് 2-3 ചുറ്റുകമ്പി നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്പൂണിലും അതുപോലെ തന്നെ ഫോർക്കിലും ചുറ്റാനുള്ളതാണ്. എന്തിനാണെന്ന് ഐഡിയ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ത്രില്ല്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ചുറ്റി വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പൂണിൽ നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർക്കിൽ നന്നായിട്ട് ചുറ്റിയെടുക്കണം ആ ഒരു ചുറ്റിക്കമ്പി. അപ്പോൾ നമ്മൾ സ്പൂണിലും അതുപോലെ തന്നെ ഫോർക്കിലും നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പീസ് കൂടി വേണം നമ്മുടെ ചുറ്റിക്കമ്പി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറിൻ്റെ അടിയിലായിട്ട് ചുറ്റാനുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ചെറിയ സ്പ്രിങ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം, ഞാൻ ചെയ്യുന്നത് പോലെ ആ ഒരു ചുറ്റിക്കമ്പിയുടെ ഇടയിലേക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഇതെന്തിനാണെന്ന് ആരും ചോദിക്കരുത്, കാരണം എനിക്കും അറിയില്ല. അവരെന്തൊക്കെ ചെയ്യുന്നു ഞാനതുപോലെ ചെയ്യുന്നു. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഡാറ്റ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വൈഫൈ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന നമ്മുടെ USB കേബിളിൻ്റെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു എൻഡ് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു DC മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അവർ ചെയ്യുന്ന ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പിന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. 100% ഉറപ്പാണ് ഡാറ്റ കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ വരും, അതുപോലെ തന്നെ നമുക്ക് മെസ്സേജുകൾ, അതേപോലെ വാട്സപ്പ്, യൂട്യൂബ് എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വൈഫൈ കിട്ടുന്നുണ്ടോ എന്ന്. അവർ പറയുന്നത് വൈഫൈ കിട്ടുമെന്നാണ്, പക്ഷേ നിങ്ങൾക്കവിടെ കാണാം വൈഫൈ ഓണാണ്, പക്ഷേ യാതൊരുവിധ മാറ്റവും ഇല്ല, ഒന്നും തന്നെ കാണുന്നില്ല, വൈഫൈയുടെ ഒരു അടയാളമില്ല, 100% ഫേക്കാണ്. റീഫ്രഷ് ചെയ്ത് നോക്കാം, ഒന്നും വരുന്നില്ല, നോ റേഞ്ച്, ഒറ്റ ഡാറ്റയും വൈഫൈയുടെ സിഗ്നൽ പോലും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ വൈഫൈയുടെ വീഡിയോയിൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. അവർ ഇത് കണക്ട് ചെയ്തു, അതിന് ശേഷം നേരെ യൂട്യൂബ് എടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫാക്കി ഈ ഒരു സാധനം കണക്റ്റ് ആക്കിയിട്ട് ഇത് യൂട്യൂബ് എടുത്ത് നോക്കി, പക്ഷേ നോ ഇൻ്റർനെറ്റ് എന്നാണ് കാണിക്കുന്നത്, ഓഫ്ലൈൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 100% ഫേക്കാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വെറുതെ അത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരുപാട് മച്ചാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.